അമേരിക്കൻ നാവികർക്ക് നീലശ്മശാനമായി പേർഷ്യൻ ഉൾക്കടൽ മാറുമെന്ന ഇറാന്റെ ഭീഷണി. ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ ഇനി അനുവദിക്കില്ല. ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു. അവിവേകം കാട്ടാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കണം. മേഖലയിലെ 70% US സൈനിക താവളങ്ങളും തകർക്കപ്പെട്ടതായും ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ പറഞ്ഞു. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ സായുധ സേനയുടെ സംയുക്ത മേൽനോട്ടത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഏത് രാജ്യവും ഇറാന്റെ സായുധ സേനയുടെ നിരീക്ഷണത്തിലായിരിക്കും. എങ്കിൽ മാത്രമേ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ കഴിയൂ. മുൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൂസവിയുടെ 40ാം ചരമദിന ചടങ്ങിൽ സംസാരിക്കവെ അക്രമിനി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന് നേരെ IRGC നാവികസേന ഡെപ്യൂട്ടി സയ്യിദ് സിയാ സറാനി കടുത്ത മുന്നറിയിപ്പ് നൽകി. അമേരിക്ക എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിനെ അമേരിക്കൻ നാവികരുടെ ഏറ്റവും വലിയ നീലശ്മശാനമാക്കി മാറ്റുമെന്നാണ് ഭീഷണി. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ തകർന്നാൽ ദീർഘകാല യുദ്ധത്തിന് ഇറാൻ സന്നദ്ധമാണെന്നും അധികൃതർ പറയുന്നു.